ആ പള്ളിയൊക്കെ കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയറിയിക്കോ. പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേഗം സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ല വീട്. കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ചിന്നക്കുട്ടി വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ചു. എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ 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 ഇഡലി ഗർഭ, ദോശ ഗർഭ, ബടാ ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ, ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. അവൻ എനിക്ക് പൈസ തന്നില്ല. ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോട്ടിലേക്ക് തെണ്ടാനിറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. സുന്ദര, വിഷമിച്ചിട്ടല്ല സാറ് ഷൂസ് ഇട്ട് ചവിട്ടികൾ എന്റെ കാലം. എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങടാ, കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. അയ്യോ, ഒന്നും പറ്റിയതല്ല. ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. അയ്യോ, ഒന്നും പറ്റിയതല്ല. ഇത് പുതിയ സ്റ്റൈലാ. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിനെ എന്റെ കൈ കിട്ടി കൈ ആള് മാറി അടിച്ചു പോയി. സോറി. ഇതേത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിനേത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാം. സാരേ ജഹാം സെ അച്ഛ. ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ്. നിർത്തടാ. വാട്ട്സ് യുവർ നെയിം? ഓ, നാം പേർ. അമ്മോ, ഇത്രയും വലിയ പേരാ. പേര് തന്നെയാണോ പറഞ്ഞെന്ന് ആർക്കറിയാം? മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമിയൊലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നതവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചു. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണിയെ അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. ഈശ്വര. മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം. വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്കറിയാം. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. എന്തിനാ ഉണ്ണേട്ടിനെ വിളിക്കണേ? നീ മലയാളം സംസാരിച്ചാൽ അവനെ കൂടി അറിയട്ടെ. എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണേട്ടിനോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യം അവനോട് പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണേട്ടിന് അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണേട്ടിന് അറിയണ്ടാന്ന്. സുന്ദര, ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു പോവിയെ? പതക്ക. പതക്ക.
ഈ വെണ്ടക്ക പോലത്തെ വെണ്ടയ്ക്ക പോലത്തെ ആ പതക്കെ വാഴക്ക പോലത്തെ ഈ വാഴക്ക വള്ളിമ പോലത്തെ തൂങ്ങിട്ട് പാവക്ക പോലത്തെ ഈ കോവക്ക പോലത്തെ നിനക്ക് എന്താ പറ്റിയത്? ആ, ഞാൻ പറ്റിയല്ല. ഐ, ഇനി ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ? ഇങ്ങോട്ട് മാറിയുന്നേ, ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. ഉണ്ണി വേണ്ട. ഞാൻ ഉമ്മക്ക് തന്നെ, നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി കോരി എടുത്ത് അവിടെ വെച്ചേ. ഇവളെന്റെ പെങ്ങളെ പോലെ നീ അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. അവക്കറിയില്ലെങ്കിൽ എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? അതിപ്പോ പതക്ക. പതക്ക? മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടയ്ക്കാണ്, അവിടെ വെക്ക്. അത് ഏലസായിരിക്കും, ഏലസ്. ആ ഏലസ. ഹാ ഇനി പറ, തൂ ആവാരാഹും, നീ ആരാകുന്നു? നീ കണ്ണു തുറപ്പിക്കല്ലേ, കണ്ണു കുത്തിപ്പൊട്ടിക്കും. മറിയൻ റഷീദെ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ? നിന്റെ ഉടുതുണി കംപ്ലീറ്റ്. വൃത്തിയോട് സംസാരിക്കരുത്. ഞാൻ മലയാളത്തിലല്ലടാ. അതാണ് പ്രശ്നം. നീ പതക്ക. ഉണ്ടാകാനായിട്ട് അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കെ, ധൈര്യമായിട്ടിരിക്കെ. തോക്കും കൊണ്ട് ആരെ കൊല്ലാനാടി നീ നടക്കുന്നത്? അത് പറയാതെ നിന്നെ വിടില്ല. ഇനി വല്ല VIP മാരെയും. സുന്ദര പോയോ? സുന്ദര, നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ ഭീകരന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല? ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി. ഇന്ന് CM ഷിപ്പ്യാർഡിനടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു. 2 ദിവസം മുമ്പ് ഇവൾ എന്നോട് ഷിപ്പ്യാർഡ് അമ്പ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു. അതെന്തിനാടി തിരക്കിയത്? പറയടി, എന്തിനാടി ഷിപ്പ്യാർഡ് അമ്പ്രാന്താന്ന് തിരക്കിയത്? പറയാൻ. മുഖ്യമന്ത്രിയെ കാണാൻ.